ഹായ്! നമ്മള് വണ്ടിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ ക്യാനിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ക്യാനാണ് നമുക്ക് വണ്ടിയിലുള്ളത്. അപ്പോൾ അതിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുവാണേ. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെളുപ്പിന് 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം എന്നുള്ള പ്ലാനിങ്ങിൽ അലാറമൊക്കെ വെച്ച് കിടന്നു. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എണീറ്റു കേട്ടോ. ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് കഴുകണം. അതിനുശേഷം പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. കാഞ്ഞങ്ങാട് നമ്മൾ ലോഡ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ പോയാലേ വെളുപ്പിന് അവിടെ എത്തുള്ളൂ. വണ്ടി കഴുകുന്ന സൗണ്ട് കേട്ടിട്ട് റോനൂസ് ഓടി എണീറ്റ് വന്നു കേട്ടോ. കൂട്ടാതെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയറിൽ ഇരുന്ന് ഉറങ്ങുവാണ്. ഇടയ്ക്ക് കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ടോ പോയോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എടാ പോയി ബെഡേ കയറി കിടന്നോടാ, പോകാനാകുമ്പോൾ വിളിക്കാടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരുന്ന് ഉറങ്ങുവാണേ. ചേട്ടായിയാണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കിലാണ്. പോകാനുള്ള പാത്രങ്ങൾ എടുത്ത് വെക്കണം, ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാനായി. പോപ്പിക്കുട്ടനെ വിളിക്കണം. ഇതേ ഒരാൾ നല്ല ഉറക്കത്തിലാണ്. വിളിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നാളെ ഭയങ്കര ബഹളമായിരിക്കും. കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടായി പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തോന്നൊക്കെ നോക്കുവാണ്. ഇനി വണ്ടി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ വണ്ടി ഒന്ന് റോഡിലേക്ക് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്ലോറിയ പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. പോപ്പിക്കുട്ടനെ എണീറ്റിട്ടുണ്ട്. ഭയങ്കര കളിയിലാണ്, പോകാനുള്ള ഉത്സാഹത്തിലാണേ. പോപ്പിക്കുട്ടനും റോനൂസും കൂടെ അപ്പം എങ്ങോട്ടാ ലോഡ്, എവിടേക്കാ പോകേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഉഷാറായിട്ടുണ്ട്. കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ എൻ്റെ നാട് കാണിച്ചതാണ്. ഇത് നമ്മുടെ ചുങ്കക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് ചുങ്കക്കുന്ന് ടൗൺ ആണ്. കൊട്ടിയൂർ അമ്പലം എന്ന് കേട്ടിട്ടുണ്ടാവും. പ്രശസ്തമായ ഒരു അമ്പലമാണ് കൊട്ടിയൂർ. അപ്പോൾ ചുങ്കക്കുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് കൊട്ടിയൂരിലേക്ക് പോകേണ്ടത്. അതായത് ഇരിട്ടിന്ന് തലശ്ശേരി എന്നൊക്കെ വരുമ്പം ചുങ്കക്കുന്ന് ടൗൺ കഴിഞ്ഞിട്ടാണ് കൊട്ടിയൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുങ്കക്കുന്ന് ടൗൺ. ചുങ്കക്കുന്ന് ടൗൺ കഴിഞ്ഞാൽ അടുത്തുള്ള ടൗൺ ആണ് കേളകം ടൗൺ. അപ്പോൾ കേളകം ടൗൺ ആണ് ഈ കാണുന്നത്. ഇപ്പൊ സമയം 1:30 ഇതാ പോപ്പിക്കോട്ടൻ വീണ്ടും സൈഡായിട്ടുണ്ട്. അവൻ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ കോളയാട് എത്തിയിട്ടുണ്ട്. കോളയാട് എത്തിയപ്പം ചേട്ടായി വണ്ടിയൊക്കെ ഒന്ന് നിർത്തി മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. ഇതാണ് കോളയാട് പള്ളി. അപ്പോൾ നമ്മൾ ഇതുവഴിയൊക്കെ പോകുമ്പം ഇവിടെ ഇറങ്ങി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് പോവാറ്. അപ്പോൾ പോപ്പിക്കുട്ടൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഇറങ്ങി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സമയം പോകും. വണ്ടിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ വഴക്കിട്ടുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. എന്താ അഴകിയലയിലെ പാട്ട് വെച്ചൊരു അമ്മയെന്നാ ചോദിക്കുന്നത്. പോപ്പിക്കുട്ടന് പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പോപ്പിക്കുട്ടൻ LKG-കാരനാണ്. വയനാട്ടിലെ തോമാട്ടുചാൽ സ്കൂളിലാണ് പഠിക്കുന്നത്. റോനൂസും അതെ തോമാട്ടേൽ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. UKG-യിലാണ് പഠിക്കുന്നത്. കാഞ്ഞങ്ങാട് എത്താനായിട്ടുണ്ട്. ഇത് കേരള കേന്ദ്ര സർവകലാശാലയാണ്. അങ്ങനെ ഞങ്ങൾ ലോഡ് കയറ്റേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട്. വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. നല്ലൊരു ഹോട്ടൽ നോക്കി നടക്കുവാണ്. വണ്ടി സൈഡാക്കി കുറച്ച് ദൂരം ഞങ്ങൾ നടന്നു. പോപ്പിക്കുട്ടൻ നടന്ന് മടുത്തു, ഒന്ന് എടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഊട്ടുപുരയിൽ എത്തിയിട്ടുണ്ട്. ഇതുവരെ കൈ പിടിച്ച് നടന്ന ആൾ ഹോട്ടൽ കണ്ടപ്പോഴത്തേക്കും കൈയൊക്കെ വിട്ട് ഓടിക്കേറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കി നടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ചായ കുടിച്ച് ചെല്ലുമ്പോഴത്തേക്കും ലോഡിങ്ങുകാർ വരും. ലോഡിങ്ങുകാർ വന്ന ഉടനെ തന്നെ വേഗം ലോഡ് കയറ്റി 1-2 സ്ഥലത്തും കൂടെ ലോഡ് കയറ്റാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പൂരിയും പാജിക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു. ലോഡിങ്ങുകാർ വന്നിട്ടുണ്ട്, വേഗം വണ്ടി അടുപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം കഴിച്ച് ഓടുകയാണ്.
ദേ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. അപ്പം നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി ഞങ്ങൾ ലോഡ് കയറ്റാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ പായൊക്കെ എടുത്ത് മാറ്റിയാണ്. ലോഡ് കയറ്റി കഴിഞ്ഞിട്ടേ പായിട്ട് കെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പായ എടുത്ത് മാറ്റി. റോനൂസും പോപ്പിയും ഹാപ്പിയാണ്. ലോഡ് കയറ്റാൻ വന്ന ചോട്ടാണ്. പോപ്പിക്കും റോനൂസിനും ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു. ഐസ്ക്രീം മാത്രമല്ല കേട്ടോ, ചിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ കടലമുട്ടായി ഉണ്ട്, എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ലോഡ് കയറ്റിയത് മൂകാംബിക മലഞ്ചരക്ക് വ്യാപാരത്തിലാണ്. അപ്പോൾ അവിടെ പണിക്കാർ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണക്ക് നമ്മുടെ കയ്യിലും വേണം. അവരുടെ കയ്യിൽ മാത്രമല്ല നമ്മുടെ കയ്യിലും കണക്ക് എത്ര ടണ്ണാണ് കയറ്റുന്നത്, എത്ര തൂക്കം ഉണ്ടെന്നൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ കണക്ക് വേണം. അപ്പോൾ ചേട്ടായി കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ലാഡറൊക്കെ ഉപയോഗിച്ചാണ് പണിക്കാർ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, താങ്ക്